ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ അന്യപ്രവാചകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1479 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിനീതനായ ഞാൻ കഥാപ്രസംഗത്തിന് വേണ്ടി വേദികൾ കയറി ഇറങ്ങുന്നവരല്ല. പ്രവർത്തകരുമായി ബന്ധത്തിന്റെ പേരിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നമ്മുടെ സമൂഹം വേദനിക്കുന്ന ഈ ചുറ്റുപാടിൽ അതിനെക്കുറിച്ച് ഒരു കഥ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. നമുക്ക് ചുറ്റുപാടും നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ച മാതൃകയിൽ നിന്ന് നാം പിറകോട്ട് വരികയാണ്. ഉത്തമ സമൂഹമെന്ന് പരിചയപ്പെടുത്തിയ മുസ്ലിം സമൂഹം എന്തിന്റെയോ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ്, എന്തിന്റെയോ പേരിൽ ദുഃഖിതരാവുകയാണ്. സമൂഹമേ, രക്ഷകൾ മുസ്ലിം സമൂഹത്തിന്റെ കൈകളിൽ തന്നെയാണ്. ഇനിയും നാം ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇതിലേറെ കടകൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. ചിന്തിക്കുക. ആമുഖ പ്രഭാഷണത്തിന് പ്രസക്തിയില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ കഥയിലേക്ക് ആരംഭിക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ വാടി വീണ മുല്ലപ്പൂ. അരുളിക്കൊണ്ടോടാ ഈ കഥ മുമ്പില്, അരുളിക്കൊണ്ടോടാ ഈ കഥ മുമ്പില്, ആരിലും പുകളായി അഖിലും തുതിയായി അരുളിക്കൊണ്ടോടാ ഈ കഥ മുമ്പില്, അരുളിക്കൊണ്ടോടാ ഈ കഥ മുമ്പില്. മാനിരാമണിയന്മാർക്കെല്ലാവർക്കും മനതിൽ ചിന്ത മാനിരാമണിയന്മാർക്കെല്ലാവർക്കും മനതിൽ ചിന്ത ഈ ദുഃഖകഥയിൽ നവിക്കും ഈ കഥയെ, ഈ ദുഃഖകഥയിൽ നവിക്കും ഈ കഥയെ ചൊല്ലിടാൻ കേട്ടിടണം നാലോകരെ, ചൊല്ലിടാൻ കേട്ടിടണം നാലോകരെ. നേർന്നിട്ടുടയിടാം ഇലാഹെ നെന്മാറിൽ സ്വലാത്തും വേണ്ട, ആരിലും പോകണായി അഖിലത്തിൽ തുതിയായി അരുളിക്കൊണ്ടോടാ ഈ കഥ മുമ്പില്, അരുളിക്കൊണ്ടോടാ ഈ കഥ മുമ്പില്. മരീചികയെ മരുപ്പറ്റി എന്ന് കരുതി സ്വപ്നങ്ങളുടെ പിന്നാലെ പായുന്ന നവയുവതിയും ഒരുപാട് ഹിനാവും കണ്ണീരും നിറഞ്ഞ ജീവിത പുസ്തകത്തിൽ നിന്നും കീറിയെടുത്ത ഏതാനും ചില ഏടുകളിൽ വാടി വീണ മുല്ലപ്പൂ ഇവിടെ നാന്തി കുറിക്കുകയായി. അവതരണം രചന അബ്ദുൽ ഹമീദ് കെ പുരം, ഗാനങ്ങൾ മാസ്റ്റർ ഷിഹാബുദ്ദീൻ, ഓർക്കസ്ട്ര ജാബിർ വി, സമർപ്പണം ത്വയ്ബ സർവേദി പുത്തന്തലു. അതെ, നീല പരവതാനികളുടെ സമുദ്രം, ആർത്തലക്കും തിരമാല, വീശി അടിക്കുന്ന മരം കോച്ചുന്ന തണുപ്പ്, നേരിയ ശാഖന്മാരിൽ ചിന്തയിലാണ്ടിരിക്കുകയാണ്. കാര്യമായ ചിന്തയിലാണ് തെയ്യം. എന്തോ പ്രശ്നങ്ങൾ തന്നെ ചെയ്തതുപോലെ സലീം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ
അന്ത്യമില്ലാത്തതുപോലെ സലീം ചിന്തയിലാണിരിക്കുന്നു. നേരെ പോകുന്നത് സലീം അറിയുന്നതേ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന്. മഗ്‌രിബിന്റെ സമയമായിട്ടും ബാങ്കിന്റെ വിളിയാളം ഉയരുകയാണ്. അസ്തമയ സൂര്യന്റെ അവസാന കിരണങ്ങൾ അപ്രത്യക്ഷമായി. അള്ളാഹു ഏകനാണെന്ന പരിശുദ്ധ മന്ത്രധ്വനി മിനാരങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. എന്ത് മഗ്‌രിബിന്റെ സമയമായി. സലീം ഉടൻ തന്നെ പള്ളിയിലേക്ക് നടന്നു. അത് സലീം പള്ളിയിലെത്തി വുദൂ ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ജമാഅത്ത് കഴിഞ്ഞു പ്രാർത്ഥനയും നീണ്ട കണ്ണീരൊലിപ്പിച്ച് ഇരു കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തി സലീം തേങ്ങി കരയുകയാണ്. എന്തായിരിക്കും ആ വിലാപം? കണ്ണും നീരൊലിപ്പിച്ച് എല്ലാ ദുഃഖങ്ങളും നിന്നിൽ ഞാൻ സമർപ്പിച്ച മനസ്സിൽ മാസരീതിൽ മുസലാവിരിച്ച മന്നാനേക്കു ഞാൻ സുജൂദിൽ നമയിച്ച എന്നും ഈ ദുനിയാവിൽ കണ്ണും നീരൊലിപ്പിച്ച എല്ലാ ദുഃഖങ്ങളും നിന്നെ ഞാൻ സമർപ്പിച്ച ദുഃഖം മകറ്റിനെ സലാമത്ത് നൽകണേ എന്റേതാ തീർത്തുനേ റാഹത്ത് നൽകണേ ദുഃഖം മകറ്റിനെ സലാമത്ത് നൽകണേ എന്റേതാ തീർത്തുനേ റാഹത്ത് നൽകണേ കരുണത്ത് കേഴുന്ന കരങ്ങളെ കനിവടെ കാക്കണയാല്ല കണ്ണീരിൽ കുതിർന്ന് കേഴുന്ന പ്രാർത്ഥന കേൾക്കണയാല്ല അല്ലാ നിനക്കല്ല മനസ്സിൽ മസവിധി മസലാവിരിച്ച മന്നാനേക്കു ഞാൻ സുജൂദിൽ നമയിച്ച എന്നും ഈ ദുനിയാവിൽ കണ്ണും നീരൊലിപ്പിച്ച എല്ലാ ദുഃഖങ്ങളും നിന്നെ ഞാൻ സമർപ്പിച്ച. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. എന്തിനാണ് റബ്ബേ ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നത്? എന്നായിരിക്കും എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം നേടുന്നത്? എന്താണ് എന്റെ പ്രശ്നം? ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. സലീം വീട്ടിലേക്ക് നടക്കുകയാണ്. അവനിക്ക് ഉടനെ അവന്റെ കൽബിലേക്ക് ഓടിയെത്തിയത് അവന്റെ സ്കൂൾ ജീവിതമാണ്. എന്ത് രസകരമായിരുന്ന ജീവിതം! ആ പാടവരമ്പിലൂടെ ക്ലാസ് കഴിഞ്ഞ് കൊച്ചു പെങ്ങളുമായി ഓടി വരുന്ന കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ മരിച്ചു. കൊച്ചു പെങ്ങൾ അവളെ കൈപിടിച്ച് പാടവരമ്പിലൂടെ ഉല്ലസിച്ച് പാടി രസിച്ച് ഓടി വരികയാണ്. വീട്ടിലെത്തിയാൽ വിശ്രമിക്കാൻ സമയമില്ല. പുസ്തകങ്ങളിൽ ഒരു ബുക്കിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ഓടുകയാണ് അടുത്തുള്ള പാടത്തേക്ക്. ക്രിക്കറ്റിന്റെ പ്രാന്തിൽ മുഴുകിയ സലീം ക്രിക്കറ്റ് ഏകദേശം മഗ്‌രിബിന്റെ സമയമെടുക്കുമ്പോൾ സലീമിനെ വെല്ലുവിളി വിളിക്കുകയാണ്. മോനെ സലീം, സമയം ഒരുപാടായല്ലോ, വരൂ ചായ കുടിച്ച് നിന്റെ ജോലി എന്താക്കെ ചെയ്യും എന്ന് പറഞ്ഞ് സലീമിനെ ആർത്ത് വിളിക്കുകയാണ്. സലീം ഓടി വരുന്നു. അങ്ങനെ ചായ എല്ലാം കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പലഹാരങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വല്യമ്മ. ആ പലഹാരങ്ങളെല്ലാം കഴിച്ച് സലീം അടുത്തത് ചെയ്യാറുള്ളത് ബാപ്പയുടെ കടയായ ഹോട്ടലിലേക്ക് ബാപ്പയെ സഹായിക്കാൻ പോവുകയാണ് ചെയ്യാറ്. സാധാരണ ഉണ്ടാവുക. അങ്ങനെ സലീം ആ ഹോട്ടലിൽ ചെന്ന് ബാപ്പയെ സഹായിച്ച് എന്നും രാത്രി പാതിര സമയത്ത് സലീം ബാപ്പയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് മടങ്ങും. എന്നാൽ ആ പാതിര സമയത്താണ് മടങ്ങുന്നതെങ്കിലും എന്റെ കൊച്ചു പെങ്ങൾക്ക് ഒരു മുട്ടായിപ്പൊതി വേങ്ങാതെ ഒരു ദിവസവും മറന്നു പോകാറില്ല. ആ മുട്ടായിപ്പൊതി വാങ്ങി ബാപ്പയുടെ കൈ പിടിച്ച് സലീം എന്നും ഫർഹാന എന്നാണ് ആ പെങ്ങളുടെ പേരെങ്കിലും ഫർഹ എന്നാണ് വിളിക്കുന്നത്. മുറ്റത്ത് നിന്നെ ഉറങ്ങിക്കിടക്കുന്ന ഫർഹയെ വിളിക്കും. ഫർഹ, എനിക്ക് മുട്ടായി കൊടുത്തിട്ടുണ്ട്, കഴിക്കും ഫർഹ. ആ പെങ്ങളോട് അച്ഛനില്ലാതെ എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. എന്തിനാ എന്നറിയില്ല. സ്നേഹം കാടുന്ന സ്വഭാവമായിരുന്നു സലീമിന്റെ. ഓർമ്മകൾ പൂക്കുന്നതേ മാവിൻ ചോട്ടിലല്ല ഓർത്തിരിക്കാനേറെ നീ ചങ്ങല നോക്കില്ലേ എത്ര കളിത്തോണിയിലും ആശയ
സെലീം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഫർഹാനയും 8ാം ക്ലാസ്സിലും. രസകരമായ ജീവിതം. മൂത്താപ്പയുടെയും അമ്മായിയുടെയും എല്ലാം മക്കൾ വീട്ടിൽ വരുമ്പോൾ എന്ത് രസമായിരിക്കും വീട്ടിൽ അനുഭവങ്ങൾ. തിരിച്ചു കളിച്ച് നേരം പോകുന്നതേ അറിയില്ല. അങ്ങനെ പതിവ് പോലെ സെലീം ക്ലാസ് എല്ലാം തെളിഞ്ഞു വന്ന് ബാപ്പയെ സഹായിക്കാൻ ബാപ്പയുടെ ഹോട്ടലിലേക്ക് പോയായിരുന്നു. സാധാരണ പോലെ ആയിരുന്നില്ല അന്ന് സെലീമിനെ ആ ഹോട്ടൽ മുറിയിൽ കാണാൻ സാധിച്ചത്. ദൂരെ നിന്ന് ഓടി വരുന്ന സെലീമിന് പെട്ടെന്ന് എന്ത് ബാപ്പയുടെ ഹോട്ടൽ നിറയെ കച്ചവടത്തിന്റെ തിരക്കോ? അല്ലല്ലോ, ഈ സമയത്ത് കച്ചവടത്തിന്റെ തിരക്കുണ്ടാവാറില്ലല്ലോ. എന്തു പറ്റി? സെലീം ഓടിയെടുത്തു. എന്ത് ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ, ആളുകൾ പരിഭ്രാന്തരായി നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് എന്റെ ഉപ്പാക്ക് എന്ത് പറ്റി റബ്ബേ? സെലീം വെപ്രാളപ്പെടുകയാണ്. കൂടിയുന്നവരോട് ആലോചിക്കുകയാണ്. കൂടിയുന്നവരെല്ലാം അന്വേഷിച്ചു, ഒരു പിടുത്തം കിട്ടില്ല. അങ്ങനെയാണ് അയൽവാസിയായ മുഹമ്മദ് കാക്ക അവനോട് പറഞ്ഞത്, സെലീം കരയരുത്, വീട്ടിലേക്ക് പോകണം, ഉടൻ വീട്ടിലേക്ക് പോകണം. ഉപ്പ ഹോസ്പിറ്റലിലാണ്, ഉപ്പയോട് കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാം. നീ കരയാതെ വീട്ടുകാരെ സമാധാനപ്പെടുത്തു. എന്ത് ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ ഉപ്പ ഹോസ്പിറ്റലിലോ? അവൻ ഓടുകയാണ്. വീട്ടിലേക്ക് ഓടിക്കൊണ്ട് ഉച്ചത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഫർഹാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഫർഹാൻ, നമ്മുടെ ഉപ്പ ഹോസ്പിറ്റലിലാണ്. എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ തേങ്ങലടങ്ങുന്നില്ല. ഈ സമയത്ത് വീടിന്റെ അകത്തളത്തിൽ നിന്ന് വലിയ ഓടി വന്നുകൊണ്ട് സെലീം എന്താണ് നീ പറയുന്നത് ചോദിക്കുമ്പോൾ ഉപ്പ ഹോസ്പിറ്റലിലായിരിക്കുന്നു, ഉപ്പ ഹോസ്പിറ്റലിലാണ്. അതെ, സെലീമിന്റെ ഉപ്പാക്ക് ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ള ശ്വാസതടസ്സത്തിന്റെ അസുഖം. എന്ത് സംഭവിച്ചു റബ്ബേ എന്റെ കുട്ടിക്ക് എന്ന് വലിയ തേങ്ങുകയാണ്. അടുത്ത വീട്ടിൽ നിന്ന് സൈനബദാസ് ഓടി വന്നുകൊണ്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ കരച്ചിൽ വെക്കുന്നത്? എന്തിനാണ് ബഹളം വെക്കുന്നത്? സാധാരണയൊക്കെ അല്ലേ അസുഖം ഉണ്ടാവാറ്, പ്രശ്നമൊന്നുമില്ല. മുഹമ്മദ് കാക്കയും ഉണ്ടല്ലോ അടുത്ത്, എല്ലാവരും വീട്ടിലേക്ക് ഇപ്പൊ വരും, നിങ്ങൾ സമാധാനപ്പെടും, എന്തിനാണ് നിങ്ങൾക്ക് അറിയുന്നത്? അങ്ങനെ സെലീമിനെയും ഫർഹാനെയും കൂട്ടിക്കൊണ്ടുപോയി ആ സൈനബ താത്ത ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് സുഖമായി അവരെ കിടത്തി ഉറക്കാൻ ശ്രമിക്കുകയാണ്. അതെ, ക്ഷീണത്തിന്റെ മട്ടിൽ സെലീമും ഫർഹാനയും ആ വീട്ടിൽ അന്തി ഉറങ്ങുകയാണ്. പാതിരാവിന്റെ സൂര്യരുട്ടിൽ ആരൊക്കെയോ ബഹളങ്ങളും ശബ്ദ കോലാഹലങ്ങളും കാതിലലക്കുകയാണ്. വാഹനങ്ങളുടെ അകമ്പടി വീട്ടിലേക്ക് പ്രവഹിക്കുകയാണ്. എന്ത് ഞെട്ടി ഉണരുകയാണ് സെലീം. എന്താണ് എന്റെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത്? ഉടനെ തന്നെ സെലീം ചാടി എഴുന്നേറ്റുകൊണ്ട് വീട്ടിന്റെ ഉമ്മറത്തെത്തിയപ്പോൾ കാണാൻ സാധിച്ച കാഴ്ച ഭയാനകരമായിരുന്നു. എന്ത് ആംബുലൻസിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന എന്റെ ഉപ്പയുടെ ആ ശരീരമാണ് സെലീമിന് കാണാൻ സാധിച്ചത്. തേങ്ങിക്കരയുന്ന സെലീം ഫർഹാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഫർഹാൻ, നമ്മുടെ ഉപ്പ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. ഉപ്പയെ ഓർത്തുകൊണ്ട് ആ രണ്ട് കൊച്ചു കിടാങ്ങൾ തേങ്ങി കരയുകയാണ്. അതെ, ആ മയ്യത്തെടുത്ത് വീട്ടിന്റെ ഉമ്മറത്ത് വീട്ടിന്റെ കൊലായി കെടുത്തിയിരിക്കുന്നു. എല്ലാവരും എല്ലാവരും വന്ന് വീട്ടിൽ യാസീനുകളും മറ്റു ഖുർആൻ പാരായണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, സെലീമിനോ ആരൊക്കെയോ പറഞ്ഞു സെലീമിനോട്, മോനെ കരയാതടാ, നീ പോയിട്ട് മുസാഫൊക്കെ എടുത്ത് ഓതാൻ നോക്ക്, കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതെ, സെലീം മുസാഫെടുത്ത് റബ്ബിന്റെ നാമത്തിൽ അവൻ ഓതുകയാണ്. പക്ഷേ അക്ഷരങ്ങൾ കാണുന്നില്ല. നിറഞ്ഞ കണ്ണുകളോടെ ഒലിക്കുന്ന കണ്ണുനീരോടെ അവൻ ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ അക്ഷരങ്ങൾ അവർക്ക് നോക്കിയിട്ട് കാണുന്നില്ല. അവൻ ഖുർആൻ ഓതാതെ വാപ്പയുടെ മുഖത്തേക്ക് നോക്കി വിലപിക്കുകയാണ്. അതെ, എല്ലാവരും സമയമായി എല്ലാവരും അടുത്ത് ആ മയ്യത്തെടുത്ത് 6 അടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ ഉറ്റവരവരിന്റെ പെറ്റവരെല്ലാം വിട്ടുപിരിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നുണ്ട് അടിയേടിയ
പോകും എവിടേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരടി മണ്ണ് കുഴിച്ച് കബറുണ്ടാക്കി വിട്ടു തീയ പിന്നീടത്ത കബറിൽ താഴ്ത്തി ഏഴടിക്കുണ്ട കല്ലും വെച്ച കബറും ഓടി പിന്നെ ഉറ്റവരുടെ പെറ്റവരെല്ലാം വിട്ടു തിരിഞ്ഞ അതെ ബാപ്പയുടെ ശരീരവുമായി ആ മയ്യത്തുമായി വീടിന്റെ ഉമ്മറപ്പടി കടന്നു പോവുകയാണ്. 6 അടി പള്ളിക്കാട്ടിലേക്ക് നിസ്കാരം കഴിഞ്ഞ് മയ്യത്തെടുത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. കാര്യങ്ങളെല്ലാം ചെയ്തു മടങ്ങാനൊരുങ്ങുകയാണ്. സലീമ ഖബറിന്റെ സമീപം നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ എന്ന് തേങ്ങി വിളിക്കുകയാണ്. അതെ ഞാൻ പോവുകയാണ് ബാപ്പ, ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അതെ ബാപ്പയില്ലാത്ത വീട്ടിലേക്ക് സലീം നടക്കുകയാണ്. അതെ ഓടുകയാണ്. ആ സലീം ചെന്നുകൊണ്ട് ആ വീട്ടിന്റെ അകത്തളത്തിൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞ് അവസരമായി കിടക്കുന്ന വെല്ലുമയെയും ആ ഫർഹാനയെയും സമീപിക്കുകയാണ്. ഫർഹാന കരയാനടി, ഫർഹാന ഉപ്പ മാത്രമല്ല എല്ലാവരും ഈ ലോകത്തിനും ഇവിടെ പറയും, ഞാനും മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ നിന്ന് വിളിക്കും. ആരെങ്കിലും വിളിക്കാതെ ഇവിടെ ബാക്കി നിർത്തുമായിരുന്നെങ്കിൽ അത് നമ്മുടെ നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരിക്കുമല്ലോ. ആ ഹബീബ് പോലും നമ്മോട് വിട പറഞ്ഞില്ലേ, കരയരുത് മോനെ എന്ന് പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ അവനെ സമാധാനപ്പെടുത്താൻ വേറെ ഒരാൾ വേണ്ടിവരുമെന്ന രൂപത്തിൽ അവൻ പൊട്ടി കരയുകയാണ്. ആ കരച്ചിലടങ്ങാത്ത ആ സന്ദർഭത്തിൽ ആർക്കും സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ രംഗം ഉമ്മയുടെ വിയോഗത്തിന് ശേഷം ആ കുടുംബം തേങ്ങലടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം അല്ലാഹു ആ പിതാവിനെയും ക്ഷണിച്ചു വരുത്തി. അതെ ഇനി ആരും സംരക്ഷിക്കാനില്ല ആ കുടുംബത്തെ. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തം കിട്ടാതെ വേദനയോടെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഈ സമയത്താണ് അവിടുത്തെ എസ്വൈഎസിന്റെയും സുന്നി പ്രവർത്തകരും ആ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് വിഷമിച്ചിരുന്നത് കൊണ്ട് കാര്യമായില്ല. കാര്യങ്ങൾ ഇനി നിന്റെ കരങ്ങളിലാണുള്ളത്. എനിക്കൊരു പെങ്ങളുണ്ട്, നീ മറക്കരുത്. ഈ ഒരു കാര്യം ചെയ്യും, വേണ്ട സാമ്പത്തികമല്ല ഞങ്ങൾ സഹായിച്ചു തരാം. നീ പോയി ബാപ്പയുടെ ഹോട്ടൽ തുറക്കണം.
ശരി, വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ വാപ്പയുടെ ഹോട്ടൽ മുറി തുറക്കാൻ ഒരുങ്ങുകയാണ്. സാമ്പത്തികമെല്ലാം അവിടുത്തെ സുന്നി പ്രവർത്തകർ സഹായിക്കുകയും ആ ഹോട്ടൽ തുറക്കാൻ തന്നെ തീരുമാനമെടുത്ത് അതിരാവിലെ എഴുന്നേറ്റ് ആ ഹോട്ടൽ മുറിയിലേക്ക് ആ കൊച്ചുകുട്ടി പോവുകയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന, പഠനം പൂർത്തിയാക്കാത്ത വിഷമത്തോടെ ആ കുട്ടി ഹോട്ടലിലേക്ക് നടന്നു നീങ്ങുന്നു. പാതിരാവിന്റെ കൂരിരുട്ടിൽ ഹോട്ടൽ മുറികളെല്ലാം അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടുകാരെ സംരക്ഷിക്കാൻ, വയസ്സായ വല്യമ്മയെ സംരക്ഷിക്കാൻ, ആ കൊച്ചുങ്ങളുടെ പഠനത്തിൽ വേണ്ട ശ്രദ്ധ പുലർത്താൻ വേണ്ടി എന്തായാലും ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ കൊച്ചു പെങ്ങളെ ഫർഹാനയെ നല്ല പുരോഗതിയിൽ എത്തിക്കണമെന്ന് അവർക്ക് വളരെയധികം ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെയാണ് പല രക്ഷിതാക്കൾക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ നടക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നാം പല നമ്മളെക്കാൾ വലിയ ആഗ്രഹങ്ങൾ പേറി നടക്കും. പക്ഷേ പല ആഗ്രഹങ്ങളും നടക്കാറില്ല. പ്രത്യേകിച്ച് പഠനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ ബോധവാന്മാരല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ അവസ്ഥ? മുമ്പൊക്കെ SSLC പരീക്ഷ വരുമ്പോൾ വളരെ ചിന്തയോടെ തന്ത്രപരമായിട്ട് എങ്ങനെ പരീക്ഷയെ നേരിടുമെന്ന ചിന്തയിൽ യാതൊരു വരക്കും കൊടുക്കാതെ അവർ പരീക്ഷകളിൽ ആ പഠനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് മുമ്പ് കാലങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ആ കാലക്രമേണ മറഞ്ഞു നീങ്ങുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് SSLCന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് വലിയ വലിയ ഹിമ്മത്താണ് കാണുന്നത്. കാരണം എന്തായാലും കോപ്പി അടിക്കാനുള്ള പേപ്പറുകളെല്ലാം വെട്ടിവെച്ചിട്ടുണ്ട്. ആ കീശയിൽ നിറച്ച് പരീക്ഷകളിലേക്ക് പോകുന്ന കുട്ടികളെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രക്ഷിതാക്കൾക്ക് തീരെ ബോധമുണ്ടാവാറില്ല. എന്താണ് കുട്ടികളുടെ പഠനം, എന്താണ് കുട്ടികൾ പഠിക്കുന്നത് എന്ന് പോലും രക്ഷിതാക്കൾ ചിന്തിക്കാറില്ല. മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു രസകരമായ സംഭവം നമ്മുടെ ദേവത ഓർമ്മ ശരിയാണെങ്കിൽ ദേവതാരിൽ തന്നെ ഉണ്ടായത് ഓർക്കുകയാണ്. ഒരു കുട്ടി ബാക്ക് ബെഞ്ചിലിരുന്ന്, പൊതുവെ നമ്മുടെ കുട്ടികൾ മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് MBBS അനുയായികളായതുകൊണ്ട് ആ പഠനം ബാക്ക് ബെഞ്ചിലായിരിക്കും. ക്ലാസ് എടുക്കുമ്പോൾ ഉച്ച പീരീഡ് കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളാക്കി അടുത്ത പീരീഡ് തുടങ്ങുന്നത് മലയാളമാണ്. മലയാളം പൊതുവെ നമ്മുടെ കുട്ടികൾക്ക് ദഹിക്കാറില്ല എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന അബ്ദുറഹ്മാൻ രാമനെയും സീതനെയും വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ മലയാള ടീച്ചർ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് വയറ് നിറഞ്ഞ അബ്ദുറഹ്മാൻ ബാക്ക് ബെഞ്ചിലിരുന്നുകൊണ്ട് പുറത്തും തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വളരെ പ്രയാസപ്പെട്ട് പഠനം ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുന്ന ടീച്ചർക്ക് ദേഷ്യം വന്നു. എന്നാൽ ആരാണ് ഉറങ്ങുന്നത്? കുട്ടികൾ പറഞ്ഞു അബ്ദുറഹ്മാൻ ആരാണ് രാമായണം എഴുതിയത്? രാമായണത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ. ആരാണ് രാമായണം എഴുതിയ? ആരാണ്? അപ്പൊ ഞാനല്ല സാർ, രാമായണം എഴുതിയ നീയല്ല. ഇയാളെ കളിയാക്കണം. പുസ്തകമെടുത്തോ, പുറത്തിറങ്ങി നാളെ രക്ഷിതാവിനെ കൂട്ടിന് വന്നാൽ മതി. എനിക്ക് എന്ത് ചോദിച്ചാലുണ്ട്. മറ്റു ടീച്ചർമാരൊക്കെ പരാതി പറയലുണ്ട്. എന്ത് രാമായണം ചോദിച്ചാൽ നീയല്ല എന്നാ രാമായണം എഴുതി ആരാന്ന് ചോദിച്ചാൽ നീയല്ല എന്നാണ് മറുപടി പറയുന്നത്. പുറത്തിറങ്ങി നാളെ രക്ഷിതാവിനെ കൂട്ടി വന്നാൽ മതി. ഇവൻ ശരിക്കും പേടിച്ചു അബ്ദുറഹ്മാൻ. ടീച്ചറെ സത്യമായിട്ട് ഞാനിവിടെ ഒരു മൂലത്തിൽ ഇരിക്കല്, പിന്നെ എങ്ങനെ ഞാൻ രാമായണം എഴുതി? ഇങ്ങോട്ടൊന്നും പറയണ്ട, ഒരാൾക്ക് പുസ്തകം എടുത്ത് പുറത്തിറങ്ങും. നാളെ രക്ഷിതാവ് കുട്ടിയിലല്ല ക്ലാസ് കയറരുത്, വേറെ ഒന്നും ഇവിടെ പറയരുത്. നേരെ സാധു അബ്ദുറഹ്മാൻ വീട്ടിലെത്തി ബാപ്പയോട് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ ടീച്ചർ എന്റെ മേലെ കുറ്റം ചുമത്തിയിരിക്കുന്നു, ബാപ്പ നാളെ വരണമെന്നാണ്. അങ്ങനെ ബാപ്പ പിറ്റേ ദിവസം കയ്യും പിടിച്ച് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ആ വയസ്സായ വാപ്പാന്റെ മുഖത്ത് നോക്കി ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ മകൻ വളരെ കുരുത്തക്കടാണ്. രാമായണം എഴുതി ആരാന്ന് ചോദിച്ചപ്പോ ഞാനല്ലാന്ന് അവൻ മറുപടി പറഞ്ഞത്. അവൻ എന്ത് പറയുകയാണെങ്കിലും ഒപ്പത്തിനൊപ്പം പറഞ്ഞ് ടീച്ചർമാരെ തീരെ വില വെക്കാറില്ല. സാരല്ലേ ടീച്ചറെ, കുട്ടികളല്ലേ, രാമായണം എഴുതി അവൻ തന്നെ ആവും. അവൻ ഇന്നലെ കാര്യമായിട്ട് എന്തോ ഇരുന്ന് എഴുതിനുണ്ട്. അത് രാമായണം തന്നെ നിങ്ങൾ ക്ലാസ് കയറ്റിക്കളയുന്നു. അപ്പൊ ഇത്ര വിവരം, ഇത്ര ആ സ്റ്റാൻഡേർഡിന് എല്ലാ രക്ഷിതാക്കളും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോ ഒന്നുകൂടി നമ്മുടെ കുട്ടികളുടെ പഠനത്തിൽ നാം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തെളിയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ പെങ്ങളെ എന്തായാലും ഞാൻ പഠിപ്പിക്കും എന്ന വിശ്വാസത്തോടുകൂടി അവന്റെ ജോലി തുടരുകയാണ്. ആ കുട്ടിയെ ഈ പഠനത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ അവരുടെ പഠനത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ മാഷ്മാരോട് അധ്യാപകരോട് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ചോദിച്ചറിയുമ്പോൾ ആ കുട്ടി SSLC
SSLC പരീക്ഷയിൽ പഠിക്കാൻ അതിമെടുക്കുകയായ ഫർഹാന SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി പാസ്സായി. ആ വിവരം അധ്യാപകർ അവനോട് തന്നെ പറഞ്ഞു. അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്ത് തന്നെ ആയാലും വേണ്ടില്ല, അവനെ നല്ലൊരു പുരോഗതിയിൽ എത്തിക്കണം. അതിന് ആ സ്ഥാപനത്തിലെ ആ സ്കൂളിലെ അവന്റെ അധ്യാപകന് കൂടിയായ ബഷീർ മാഷ് അവനോട് പറഞ്ഞു, നമുക്ക് ഇന്നാലിന്ന ആ കോളേജിൽ പറഞ്ഞയക്കണം. സയൻസ് ഗ്രൂപ്പിനെ അവൾ പഠിക്കട്ടെ. തൊട്ടടുത്തുള്ള സയൻസ് ഗ്രൂപ്പിൽ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ ഒരു കോളേജിലും അവൾ പോയി പഠിക്കട്ടെ. ട്യൂഷൻ എടുത്ത് അവൾ നല്ല പുരോഗതിയിലെത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ശരിയും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടെ അവൻ പെങ്ങളോട് എന്നും പറയാറുണ്ട്, മോളെ ഫർഹാന, നീ പഠിച്ചു നല്ലൊരു ഡോക്ടറാവണം, എനിക്ക് നീയല്ലാതെ തണിയില്ല എന്ന് പറഞ്ഞ് ഫർഹാനയെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു വരികയാണ്. പ്രതീക്ഷകളെ കാത്തിടണം നിന്റെ പങ്കനെ ഇക്കാശാനി നിറവേറ്റണം പഠിച്ചു നീ വളർന്നിടണം പൊന്നനിരത്തി പ്രതീക്ഷകളെ കാത്തിടണം എന്റെ പങ്കനെ പരീക്ഷയിൽ പഠിച്ചു നീ ജയിച്ചു വളരണം ഇക്കാശാനി നിറവേറ്റണം ൂർത്തിടണം ഉമ്മയും എന്നും നീ സ്മരിച്ചിടണം എന്നും ഉപ്പയനെ ൂർത്തിടണം ഉമ്മയും എന്നും നീ സ്മരിച്ചിടണം ഉന്നതാജയത്തിടണം ഇടം പഠിച്ചു നീ വളർന്നിടണം പൊന്നനിയത്തി പ്രതീക്ഷകളെ കാത്തിടണം നിന്റെ പൊന്നനെ പരീക്ഷയിൽ പഠിച്ചു നീ ജയിച്ചു വളരണം ഇക്കാശാനി നിറവേറ്റണം പഠനം മാത്രമാണ് ഫർഹാനക്ക്, മറ്റൊരു ചുറ്റുപാടില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് പുരോഗതിയിലെത്തി എന്റെ ഇക്കയെ സഹായിക്കാൻ, ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗം ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി ഫർഹ പഠനമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതെ കാലങ്ങൾ തള്ളി നീക്കുകയാണ്. തൊട്ടടുത്തുള്ള ട്യൂഷൻ സെന്ററിൽ അവൾ മറ്റൊരു ഇതിഹാസമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ട്യൂഷൻ സെന്ററിൽ ചെന്നുകൊണ്ട് പഠനം നടത്തുമ്പോൾ അതിവേഗതയിൽ അവരുടെ മനസ്സിലേക്ക്, അവരുടെ കൽബിലേക്ക് മറ്റൊരു പ്രതിഭാസം കടന്നു ചെല്ലുകയാണ്. ആ സ്ഥാപനത്തിലെ കൂർമാഷ് എന്ന് പറയുന്ന ആ വെളിച്ചം അവരുടെ കൽബിലേക്ക് ആഞ്ഞടിക്കുകയാണ്. എന്ത് ശുക്കൂർമാഷ് ക്ലാസ് എന്ത് രസകരമാണ്, ഇംഗ്ലീഷൊക്കെ വളരെ വിശദീകരിച്ചു തരുന്നത് എന്ത് രസമാണ് ശുക്കൂർമാഷിന്റെ ക്ലാസ്. അങ്ങനെ മതിഹല്ലാതെ ആ ശുക്കൂർമാഷെ പറ്റി മതിഹല്ലാതെ അവൾക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ശരിയൊന്നും അറിയാതെ ശുക്കൂർമാഷ മതിഹ് കേട്ട് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി ആ ശുക്കൂർമാഷ മതിഹിൽ ഒഴുകി സെലീമും എന്റെ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്റെ പെങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന മട്ടിൽ സെലീമും ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അവൾക്ക് വീട്ടിലെത്തിയാൽ, വീട്ടിൽ നിന്ന് പുറത്തുപോയി ആ സ്ഥാപനത്തിൽ പഠിച്ചു വരുമ്പോൾ വീട്ടിലെത്തിയാൽ അവൾക്ക് പറയാനുണ്ടായിരുന്നത് ശുക്കൂർ സാറ് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സമീപനവും അദ്ദേഹത്തിന്റെ ക്ലാസും എന്നെ വല്ലാതെ മതിച്ചിരിക്കുന്നു എന്ന് പലപ്പോഴായി ഫർഹ ഇക്കയോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്? അവർ അടുത്തിടുന്നു ഏറെ സ്നേഹം അടുത്തിടുന്നു വിളിച്ചിടുന്നു അവർ അടുത്തിടുന്നു ഏറെ സ്നേഹം നടിക്കാവർ അടുത്തിടുന്നു പറവല്ലേ അവൾ ചമോടിയല്ലേ ശുക്കൂർ കൊതിച്ചിടുന്നു അടുത്തിടുന്നു വിളിച്ചിടുന്നു അവർ അടുത്തിടുന്നു ഏറെ സ്നേഹം നടിക്കാവർ അടുത്തിടുന്നു ദിനമേറെ കഴിഞ്ഞിടും കുശലങ്ങൾ പറഞ്ഞിടും സൗഹൃദത്തിലായി അവർ കഴിയിടുന്നു ദിനമേറെ കഴിഞ്ഞിടും കുശലങ്ങൾ പറഞ്ഞിടും സൗഹൃദത്തിലായി അവർ കഴിയിടുന്നു വിളിച്ചിടുന്നു അവർ അടുത്തിടുന്നു ഏറെ സ്നേഹം നാടിക്കാവർ
തേടുന്നു അവർ അടുത്തിടുന്നു വേറെ സ്നേഹം നാടിച്ചവർ അടുത്തിടുന്നു. അതെ, വഞ്ചന അറിയാത്ത പിഞ്ചു ബാലിക, സുന്ദരിയും സുമുഖിയുമായ ഫർഹാന ആ ഷുക്കൂർ സാറിന്റെ സ്നേഹലാളനയിൽപ്പെട്ട് വഞ്ചിക്കപ്പെടുകയായിരുന്നു. ആ ഫർഹാനക്ക് ഷുക്കൂർ മാസിക ഫർഹാനയുമല്ലാതെ മറ്റൊരു ചിന്തകളുണ്ടായിരുന്നില്ല. ആ ചിന്തകൾ പിടികൂടിയതുകൊണ്ടായിരിക്കണം പഠനത്തിൽ അതിവിടുക്കുകയായിരുന്ന ഫർഹാന ഓരോ നിമിഷങ്ങൾ ചെല്ലുന്തോറും, ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും പരീക്ഷകളിൽ ബാക്കോട്ട് പിന്തള്ളുകയാണ്. ഓരോ കുട്ടികളും അവളെക്കാൾ മുതിർന്ന കുട്ടികൾ, അവളെക്കാൾ പഠനത്തിൽ താല്പര്യമുള്ള കുട്ടികളായി മാറി. അവൾ പഠനത്തിൽ വളരെ വളരെ വേക്കോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു, എന്റെ പെങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒന്നും അറിയാത്ത സലീം അവൾക്ക് വേണ്ട സാമ്പത്തികങ്ങളും മറ്റു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ്. പ്രയാസപ്പെട്ട് അതിരാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ആ ഹോട്ടൽ മുറിയിൽ ചെന്ന് ഭാരമായ ജോലികൾ പേറി തിരിച്ചു പാതിരാ സമയത്ത് കയറി വരുമ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ നേരമുണ്ടായിരുന്നില്ല. എന്നാലും വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കാലങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന സലീമിന്റെ കൂട്ടുകാർ അവനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സലീം കഥകൾ മാറിയിട്ടുണ്ട്, സലീം പെങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ സലീമാകെ ഞെട്ടുകയാണ്. എന്ത് പെങ്ങളെ സൂക്ഷിക്കണമെന്നോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതൊക്കെ ഏത് സ്കൂൾ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ സലീം ആ ഭാഗത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുമായി അദ്ദേഹം മുന്നേറുകയാണ്. ഈ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ പാതിരാ സമയത്ത് വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ സ്ഥാപനത്തിലെ ബഷീർ മാഷ്. സലീമിനെ വിളിച്ചുകൊണ്ട്, സലീം അത്ഭുതകരമായ വാർത്ത എന്നെ അറിയിക്കാനുണ്ട്, ഞെട്ടരുത് സലീം, ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ കത്ത് നിന്റെ പെങ്ങളുടെ കയ്യിലൂടെ വന്നതാണ്, വായിക്കൂ, പ്രതികരിക്കരുത്, നീ എന്നെ കുറ്റപ്പെടുത്തരുത്, നീ ഇതിനുള്ള വ്യക്തമായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ പെങ്ങൾ നിനക്ക് നഷ്ടപ്പെടും, സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ കത്ത് നോക്കിക്കൊണ്ട്, എന്താണ് റബ്ബേ ഞാൻ ഈ കാണുന്നത്, എന്റെ കയ്യിൽ നിൽക്കുന്ന കത്ത് എന്റെ പെങ്ങൾ എഴുതിയതോ? ഉടനെ തന്നെ അവൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ആ കത്തിലുണ്ടായിരുന്ന വിവരം എന്തായിരുന്നു സുഹൃത്തുക്കളെ? എന്റെ ഫർഹ ഇത് ചെയ്യുമോ? ഉപ്പയും ഉമ്മയും ഇല്ലാത്ത വേദന എന്റെ പെങ്ങളെ ഞാൻ അറിയിക്കാറില്ലല്ലോ, എന്നിട്ട് പോലും എന്റെ പെങ്ങൾ ഈ പണി ചെയ്യുമോ എന്നുള്ള ചിന്തയിൽ ഫർഹാനയുടെ അടുത്തേക്ക് ഒരു സിംഹദർശനത്തോടെ സലീം ഓടിയെടുക്കുകയാണ്. വീട്ടുമുറ്റത്തെത്തിയ പാതിരാ സമയത്ത് വീട്ടുമുറ്റത്ത് നിന്ന് അരങ്ങിടുകയാണ് സലീം. ഫർഹ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഇതാരെഴുതിയ കത്താടി എന്ന് ചോദിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ഫർഹാന, ഉറങ്ങിക്കിടത്തുന്ന ഫർഹാന ഉടൻ ഞെട്ടി എന്നിട്ടുകൊണ്ട്, എന്റെ കുക്ക് എന്തു പറ്റി, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ രഹസ്യമായി സൂക്ഷിച്ചത് പുറത്തു വന്നു റബ്ബേ, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു പേടിച്ചു വരച്ചുകൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ സലീമിന്റെ അരികിലേക്ക് അതുപോലെ മര്യാദയോടെ ഓടിയെത്തിയ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി, ഫർഹ ഇതാരെഴുതിയതാടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തവരുടെ കൈവശം കൊടുത്തപ്പോൾ അവരുടെ പ്രതികരണം മറ്റൊന്നായിരുന്നു. സലീമിക്ക, ഞങ്ങൾക്ക് പിരിയാനാകില്ല സലീം ഞെട്ടിത്തരിക്കുക തന്നെ ചെയ്തു. എന്തോ ജീവനത്തിലും സ്നേഹിച്ചുകൊണ്ട് കഷ്ടത വകവെക്കാതെ, പ്രശ്നങ്ങൾ വകവെക്കാതെ, പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് നീങ്ങുമ്പോൾ എന്റെ പെങ്ങൾ ഈ പണി ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് സലീം ആ തട്ടഹസിച്ചുകൊണ്ട് ഒരച്ചടി അടിക്കുക തന്നെ ചെയ്യുന്നു. അതെന്റെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട്
ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി ബോധരഹിതയായി വീട് പിടയുകയാണ്. ഉമ്മ എന്ന വിളിയിൽ ആ പെൺകുട്ടി ബോധരഹിതയായി വീണുകൊണ്ട് പിടയുകയാണ്. എന്ത് റബ്ബേ, എന്റെ പെങ്ങളെ ഉമ്മ ജീവിതകാലത്ത് ഒരു വിഷമവും അറിയിക്കാതെ, അല്ലലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയിക്കാതെ സ്നേഹത്തോടെ ലാളനയോടെ വളർത്തി എന്റെ പെങ്ങളെ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിട്ട് ഞാൻ എന്റെ പെങ്ങളെ അടിക്കുകയോ? ഫർഹ, എണീക്കു ഫർഹ, ഫർഹ, ഇക്കാലൊരു തെറ്റുപറ്റിപ്പോയി ഫർഹ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫർഹാനക്ക് മിണ്ടാട്ടമില്ല. ശരിക്കും സലീം പേടിച്ചു വിറക്കുകയാണ്. എന്റെ പെങ്ങൾക്ക് എന്ത് പറ്റി റബ്ബേ, എന്റെ പെങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പെങ്ങളുടെ സമീപത്തിരുന്ന് കരഞ്ഞു കയറുകയാണ്, വിളിക്കുകയാണ്. പക്ഷേ ഫർഹാൻ എണീക്കുന്നില്ല. അത് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ സലീം രണ്ട് കരങ്ങളെ കൊണ്ട് മാറിയെടുത്തുകൊണ്ട് ആ പാതിരാ സമയത്ത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഓടിക്കൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ആ ബെഡിലിരുന്നു കൊണ്ട് സലീം ഫർഹാനയുടെ കട്ടിലിരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഫർഹാനയെ വിളിക്കുകയാണ്. ഫർഹ, കണ്ണു തുറക്കു ഫർഹ, ഞാൻ അടിച്ചത് തെറ്റായിപ്പോയി ഫർഹ, ഇക്കയുടെ പ്രശ്നം നീ അറിയുന്നില്ലേ, ഇക്കയുടെ വിഷമം നീ അറിയുന്നില്ലേ, ഫർഹ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്നും ധാരധാരയായി ചീഴുന്ന കണ്ണുനീർ ഫർഹാനയുടെ മുഖത്ത് ചാലിട്ടുകയാണ്. ഫർഹാനയുടെ മുഖത്ത് സലീമിന്റെ കണ്ണുനീർ തിരിച്ചു വീഴുകയാണ്. ഈ സമയത്ത് അൽഹംദുലില്ലാഹ് ഫർഹാന കണ്ണു തുറക്കുന്നു. ഫർഹാന കരയുകയാണ്. സലീമിന്റെ പ്രശ്നങ്ങൾ കേട്ട്, സലീമിന്റെ സങ്കടങ്ങൾ കേട്ട് ഫർഹാന, നിനക്ക് വേണ്ടി അതിരാവിലെ സുബഹിന്റെ ശേഷം ഞാൻ കടയിൽ ചെന്ന് ഭാരമായ ജോലികൾ പേറി നിന്റെ പഠനത്തിനും വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടിയല്ലേ സലീം അധ്വാനിക്കുന്നത്? ഞാൻ അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? നിന്റെ പഠനത്തിനോ മുഴുവൻ സമയവും മുഴുവൻ ചെലവുകളും ഞാൻ നീക്കിവെച്ചിട്ടോ ഈ പണി നീ ചെയ്തു പോയല്ലോ ഫർഹാന. നീ ഒരു കാര്യം ചെയ്യണം, എല്ലാം മറക്കണം. നീ കുട്ടിപ്രായമാണ്, നിനക്ക് ചതിക്കുഴികൾ അറിയില്ല, വഞ്ചന ഏതെന്നറിയില്ല, വഞ്ചന വരുന്ന വഴി അറിയില്ല. അതുകൊണ്ട് ഫർഹാന, നീ തുനിഞ്ഞ ഈ സംരംഭത്തിന് നീ വിരാമമിട്ടുകൊണ്ട് നീ പിന്മാറണം. അള്ളാഹുവിനെ ഓർക്കണം. നമുക്ക് അള്ളാഹു തന്ന ഔദാര്യത്തെ കുറിച്ച് ബുദ്ധി ഉപയോഗപ്പെടുത്തി നീ ചിന്തിച്ച് പിന്മാറണമെന്ന് പറയുമ്പോൾ അവൾക്ക് ആദ്യം പറഞ്ഞ മറുപടി തന്നെയായിരുന്നു സലീമിനോട് പറയാനുണ്ടായിരുന്നത്. ഇക്കൂറിസാന വിട്ടു പിരിയുന്ന ഒരു പ്രശ്നം എനിക്ക് ചിന്തയിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സലീമിക്ക എന്ന് പറയുമ്പോൾ
കേട്ടപ്പോൾ സലീം ഒരു നിമിഷം മൗനം പ്രാപിക്കുകയാണ്. എന്ത് എന്റെ പെങ്ങളോട് ഈ സ്നേഹത്തിന് വിരാമമിടാൻ പറയുമ്പോൾ എന്റെ പെങ്ങൾക്ക് അതിന് കഴിയില്ലെന്നോ? എന്നാൽ ഉമ്മയുടെ സ്നേഹത്തിന് ഇനി സമ്മാനമായി നൽകാനുള്ളത്, സമമായി നൽകാനുള്ളത് എനിക്ക് പെങ്ങളുടെ സ്നേഹം തന്നെയാണ്. ആ പെങ്ങളുടെ വാക്കിന് മുമ്പിൽ എനിക്ക് സമ്മതമല്ലാതെ, സമ്മതം മൂളുകയല്ലാതെ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്ന് മനസ്സിലാക്കിയ സലീം ആ വിവാഹത്തിന് അവിടെ സമ്മതിക്കുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ടവരോടെല്ലാം സംസാരിച്ച് സലീം ആ വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചു. കഷ്ടപ്പെട്ട ദിനരാത്രികൾ കടന്നു നീങ്ങുമ്പോൾ അവിടെ വേദനയോടെ എല്ലാവരെയും ചെന്ന് കണ്ടുകൊണ്ട് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് ആ വിവാഹം ഭംഗിയോടെ തന്നെ നടത്താൻ സലീം ചിന്തിക്കുക തന്നെയാണ്. അതെ, ഫർഹാനയുടെ വിവാഹം വളരെ ഭംഗിയോടെ തന്നെ നടത്തണമെന്ന് സലീം ചിന്തിക്കുകയാണ്. ബാപ്പയില്ലാത്ത വിഷമം, ഉമ്മയില്ലാത്ത അല്ലലുകൾ, അലട്ടിലുകൾ അവളെ ചിന്തിപ്പിക്കുക പോലും ചെയ്യരുത്. ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത പ്രശ്നം അവരെ അറിയിക്കരുതെന്ന് ചിന്തിച്ചുകൊണ്ട് സലീം എല്ലാവരെയും സമീപിക്കുകയാണ്. ഉപ്പയുടെ സ്നേഹിതന്മാരുടെ അടുത്ത്, ആ നാട്ടിലെ പ്രഗത്ഭരായ മുതലാളിമാരുടെ അടുത്തും ചെന്നുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് 5ഉം 10ഉം വാങ്ങി വലിയൊരു സംഖ്യ തന്നെ ചിലവഴിച്ചുകൊണ്ട് കല്യാണം നടത്താൻ തുനിയുകയാണ്. ഈ സമയത്ത് ബന്ധപ്പെട്ടവരെല്ലാവരും കൂടി ചെന്നുകൊണ്ട് ആ ശുക്കൂറിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ കുറച്ച് 30 പവനവും 1 ലക്ഷം സ്ത്രീധനവുമായി 30 പവനവും 1 ലക്ഷം രൂപയും ഉറപ്പിക്കുകയല്ലാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇനിയും കുറച്ചു തരണമെന്ന് വിനീതമായി കേടപേക്ഷിച്ചു നോക്കിയപ്പോൾ സലീമിന് ആ പ്രതീക്ഷകൾക്ക് മുമ്പിൽ വിരാമമിടുക മാത്രമാണ് ചെയ്യേണ്ടി വന്നത്. 30 പവനും 1 ലക്ഷം സ്ത്രീധനവും വേണമെന്ന് ആ കുടുംബം നിർബന്ധം പിടിക്കുകയായിരുന്നു. സലീം കൊടുക്കുകയല്ല നിവൃത്തിയില്ല. പെങ്ങളുടെ സ്നേഹത്തിന് സമാനമായി ഈ 30 പവനും 1 ലക്ഷം രൂപയും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭീമമായ സംഖ്യ ചുറ്റുഭാഗത്തിൽ നിന്ന് ഒപ്പിച്ചുണ്ടാക്കി ആ സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പലരുടെയും കാൽക്കൽ ചെന്ന് കരഞ്ഞുകൊണ്ട് 5ഉം 10ഉം വാങ്ങി വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചു. തീരുമാനമുറപ്പിച്ചതിനു ശേഷമുള്ള ജീവിതത്തിൽ ഊണമുറക്കവും ഒഴിച്ച ദിനരാത്രങ്ങളായിരുന്നു സലീമിന് കഴിഞ്ഞുപോയിരുന്നത്. അർദ്ധരാത്രി എഴുന്നേറ്റിരുന്നുകൊണ്ട് ദിക്റുകളും സലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഈ മഹാസംരംഭം നീ വിജയിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സലീം വിവാഹത്തിനൊരുങ്ങുന്നു. വളരെ ഭംഗിയായി വിവാഹം നടന്നു കഴിഞ്ഞു. ഒപ്പിച്ചുണ്ടാക്കിയ ആ പണ്ട് സ്ത്രീധനവും കൊടുത്ത് മാന്യമായി കെട്ടിച്ചയച്ചു. പക്ഷേ സലീമിനെ നേരിടേണ്ടി വന്നത് മറ്റൊരു പരീക്ഷണമായിരുന്നു. ആദ്യമായി സന്തോഷങ്ങളും മറ്റുമുണ്ടായിരുന്ന ആ കുടുംബത്തിന് ഓരോ സൽക്കാരങ്ങൾക്കും കുടുംബത്തിൽ ഓരോ കല്യാണങ്ങൾക്കും വീട്ടിലേക്ക് അവർ വരുമ്പോൾ മറ്റൊരു മുഖമായിരുന്നു അവിടെ കാണാൻ സാധിച്ചിരുന്നത്. സ്നേഹത്തോടെ പുഞ്ചിരിച്ചിരുന്ന ഫർഹാനക്ക് അവിടെ മുഖം മ്ലേനമായിരിക്കുന്നു. സങ്കടങ്ങൾ തളം കെട്ടിയിരിക്കുന്നു. എന്തോ ഒരു പ്രശ്നങ്ങളുള്ളതുപോലെ, പ്രയാസങ്ങളുള്ളതുപോലെ അവൾ വീട്ടിലേക്ക് കടന്നു വരുന്നു. അന്വേഷിച്ചിട്ട് യാതൊരു പിടുത്തം കിട്ടുന്നില്ല. ഇക്കയുടെ വിഷമം അറിയുന്ന ഫർഹാന എല്ലാം മറച്ചു വെക്കുന്നത് പോലെ ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ആരെയും അറിയിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഈ സമയത്ത് ഫർഹാനയുടെ ആഭരണങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ സലീമിന് കാണാൻ സാധിക്കുന്നത് പലരുടെയും കാൽക്കൽ ചെന്നുകൊണ്ട് ഒപ്പിച്ചുണ്ടാക്കിയ 1 പവനും 2 പവനും ഒപ്പിച്ചുണ്ടാക്കിയ 30 പവൻ കുറഞ്ഞു വരുന്നു. മറ്റൊരു സംഗതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുപറ്റി എന്റെ പെങ്ങൾക്ക്, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സലീം വേദനയോടെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സലീമിന് ദിവസങ്ങൾ പെങ്ങളില്ലാതെ
അല്ലാതെ തള്ളി നീക്കുക വളരെ പ്രയാസമായി. 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ വീട്ടിലെത്തിയിരുന്ന ആ കുടുംബം പിന്നീട് ആഴ്ചകൾ മിന്നിമറിയുമ്പോഴും വീട്ടിലേക്ക് കടക്കാതായി മാറി. എന്റെ പെങ്ങൾ ആദ്യമായി വീട്ടിലേക്ക് കടന്നു വന്നിരുന്ന ചുറ്റുപാടിൽ നിന്ന് മാറിയിരിക്കുന്നല്ലോ. ഇനി എന്റെ പെങ്ങളെ കാണാതെ ദിവസങ്ങൾ തള്ളി നീക്കുക പ്രയാസമാണ്. പാതിരാ സമയത്ത് വീട്ടിന്റെ പ്രധാന കിടന്നിരുന്ന റൂമിൽ ചെന്ന് പെട്ടികളെല്ലാം തട്ടിയൊപ്പിച്ച് പഴയ ഫോട്ടോകൾ എടുത്തു നോക്കിക്കൊണ്ട് എന്റെ റബ്ബേ, എന്റെ പെങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൊടുക്കരുതേ എന്ന് ആത്മാർത്ഥമായി പാതിരാവിന്റെ കൂരിരുട്ടിൽ സലീം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ പെങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഒരു ദിവസം കടലീവാക്കിക്കൊണ്ട് തന്നെ സലീം ആ വീട്ടിലേക്ക് കടക്കുകയാണ്. ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സലീമിന് കാണാൻ സാധിച്ചത് മറ്റൊരു രംഗമായിരുന്നു. എന്തായിരുന്നു അത്? ഫർഹാനയുടെ വീട്ടിലേക്ക് സലീം കടന്നു ചെല്ലുകയാണ്. ഈ സമയത്ത് ഫർഹാനയെ എവിടെയും കാണുന്നില്ല. വീട്ടുകാർ കാതുമുണ്ടായിരുന്ന ഒരു മൈൻഡ് സലീമിനോട് അവർ കാണിച്ചില്ല. എന്നാൽ അകത്തളത്തിലേക്ക് സലീം കയറി ചെന്ന് നോക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പണികൾ പേറി ക്ഷീണിതരായിക്കൊണ്ട് നിൽക്കുന്ന ഫർഹാനയാണ് കണ്ടത്. ഫർഹാന മുഖത്ത് നോക്കി ഒരു നിമിഷം കണ്ണു താത്തി മുഖം താത്തി കുനിഞ്ഞു നിന്നുകൊണ്ട് ഓടിയെടുക്കുകയാണ്. സലീമിക്ക എന്ന് വിളിച്ചുകൊണ്ട് വാരി പുണർന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം പോലും കഴിച്ചുകൂടാൻ പ്രയാസമാണ്. ഈ ജോലികൾ മുഴുവനും ഞാൻ പേരണം. വളരെ ബുദ്ധിമുട്ടാണ് ഈ വീട്ടിൽ എനിക്കെന്ന് പറയുമ്പോൾ, മോളെ നീ ആ കാര്യം ചിന്തിച്ചു പോകരുത്, നീ ആ കാര്യം പറഞ്ഞു പോകരുത്. മോളെ എന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം, എന്നെ സമാധാനിപ്പിക്കാൻ ഉപ്പയില്ല. ഉമ്മയുടെ സ്നേഹത്തിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നമുക്ക് തലകുനിച്ചു നിൽക്കാൻ, ആദരവോടെ കേട്ടു നിൽക്കാൻ ആ നൊമ്പരങ്ങൾക്ക് ഇനിയാവുകയില്ല. ഇനി ഉമ്മയുടെ കിന്നാരം കേൾക്കാൻ ഇനി നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് മോളെ ഫർഹാന, നീ ഒരു കാര്യം ചിന്തിക്കണം. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളുടെ വീട് പോലെയാവുകയില്ലല്ലോ അന്യ വീട്. അത് മനസ്സിലാക്കി ഈ ഭർത്താവിന്റെ വീട്ടിൽ നീ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് നീങ്ങണമെന്ന് പറയുമ്പോൾ അതെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുറപ്പിക്കുകയും സലീം അവിടുന്ന് ദുഃഖത്തിന്റെ ഭാരം ചുമലിലേറ്റിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. വീട്ടിലേക്ക് നടന്നു ചെന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ ഏർപ്പെടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കടയിലിരിക്കുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, റബ്ബേ എന്റെ പെങ്ങൾക്ക് ഇനി ആരത്താണിയുണ്ട്, ഞാനല്ലാതെ എന്റെ പെങ്ങളാ കഷ്ടപ്പെടുന്ന വീട്ടിൽ ഇനി എങ്ങനെ ഞാൻ കയറി ചെല്ലുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അർദ്ധരാത്രി പാതിരാവിന്റെ കൂരിരുട്ടിൽ പല ദിക്റുകളും ചൊല്ലിക്കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ മറ്റൊരു രംഗമായിരുന്നു സലീമിന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു സുഹൃത്തുക്കളെ അത്? വീട്ടിൽ കിടന്നിറങ്ങുന്ന പെങ്ങളെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. വെല്ലിമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വെല്ലിമ്മ പറയുകയാണ്, മോനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്,
വേണ്ടിയാണ്. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുന്നു. നീ ഇപ്പോൾ ചോദിക്കണ്ട, അവൾ ഉറങ്ങുകയാണ്, വളരെ ക്ഷീണിതയാണ് അവൾ, അതുകൊണ്ട് ഇപ്പോൾ നീ ചോദിക്കരുതെന്ന് പറയുമ്പോൾ വളരെ പ്രയാസത്തോടെ വേദനയോടെ അന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇലാഹിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, എന്റെ പെങ്ങളുടെ ഭാവി നീ നഷ്ടപ്പെടുത്തരുതേ, എന്റെ പെങ്ങളുടെ ഗതികേട് ഒരു പെൺകുട്ടിക്കും നീ കൊടുക്കരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. നേരം എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് ആ പെങ്ങൾ അരികെ വിളിച്ച് ചോദിച്ചറിയുമ്പോൾ പെങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് ആ വീട്ടിലെ കഥകളായിരുന്നു. ശാന്തി നൽകും വാക്കുകൾ കഷ്ടതയും ക്ഷമിച്ചുനാണ് വെണ്ണീറാകും കൽവും കൊണ്ട് നിന്നെയാണ് കൽവുകൊണ്ട് ഞാനുയർത്തി കാറ്റുകോളം നീരാനായി നേരം തേടി ഞാൻ കൽവുകൊണ്ട് ഞാനുയർത്തി കാറ്റുകോളം നീരാനായി നേരം തേടി ഞാൻ സ്നേഹത്തിൽ കുളിരും ഭവത്തിൽ കണ്ണിൽ കുതിർന്നു പോയല്ലോ കഷ്ടതയാൽ നെഞ്ചതമെന്ന് ആദിതകർന്ന് പോയല്ലോ ഭക്തമേതും കുത്തുവാക്കുകൾ കേട്ടു ഞാനൊരു പാട് നെഞ്ചുനീരും വേദനകൾ ഞാനിരുന്നു ശാന്തി നൽകും വാക്കുകൾ കഷ്ടതയെ വെണ്ണീറാകും കൽവും കൊണ്ട് നിന്നെ അതെ സലീം നേരം വെളുപ്പിച്ച് അതിരാവിലെ എഴുന്നേറ്റ് ആ പെൺകുട്ടിയെ വിളിച്ചു, ഫർഹാന, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തു പറ്റി നിനക്ക്? നീ എന്തിനാണ് ഇവിടെ ഇറങ്ങിപ്പോന്നത്? കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ ഫർഹാനക്ക് സങ്കടമായ ഒരുപാട് ചുറ്റുപാടുകളായിരുന്നു ഫർഹാനക്ക് വിശദീകരിക്കാനുണ്ടായിരുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. ഇന്ന് വരെ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷേ ഒരു ഇരുണ്ട രാത്രിയിൽ, ഇന്നലത്തെ രാത്രിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഞാൻ ശുദ്ധനാണെന്ന് വിശ്വസിച്ച എന്റെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ വാസനിച്ചിട്ടെടുക്കാൻ പോലും സാധിക്കാത്തൊരു ചുറ്റുപാടായിരുന്നു എനിക്ക്. ആദ്യം എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. വല്ല തലവേദന അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്നെ ഉപദേശിക്കരുത്, എന്റെ അരികിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ദേശത്തോടെ പറയുകയായിരുന്നു. എന്ത് നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു ചോദിച്ചപ്പോൾ ആ ശുക്കൂർ സാർ ഒരു മദ്യപാനിയായിരുന്നു. ആ കഥ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ശുക്കൂർ മദ്യപിച്ചുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ, എന്റെ വിരിപ്പിലേക്ക് എത്തിയപ്പോൾ ഞാൻ തള്ളി മാറ്റുകയായിരുന്നു. ആ തള്ളി മാറ്റിയ ദേഷ്യം കാരണം ശുക്കൂർ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് എന്നെ ആർത്തടിക്കുകയായിരുന്നു. എന്നെ വല്ലാതെ പ്രേരണമേൽപ്പിക്കുകയായിരുന്നു. സഹിക്കവയ്യാതെ ആ നിമിഷം തന്നെ എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയുമ്പോൾ സലീമിന്
മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ക്ഷമയോടെ അല്പനേരം മിണ്ടാതിരുന്നുകൊണ്ട് സലീം അവളോട് പറയുകയാണ്, മോളെ, നമ്മുടെ കഥകളെല്ലാം നിനക്കറിയുന്നതല്ലേ, ഇക്ക നയിച്ചിട്ട് വേണ്ടേ നിന്നെ സംരക്ഷിക്കാൻ, നീ എന്താണ് ആലോചിക്കുന്നത്? നീ ഒരു പ്രശ്നവും വിചാരിക്കണ്ട, നിന്നെ പോലെ തന്നെയല്ലേ എല്ലാവരും. നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ എല്ലാവരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അതൊക്കെ ശരിയാണ്. അമ്മായിമ്മമാർ അങ്ങനെ തന്നെയല്ലേ, നീ കേട്ടിട്ടില്ലേ? ഭർത്താക്കന്മാർ എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കുമോ? നീ ഒരു കാര്യം ചെയ്യും, നീ ഒക്കെയാണ് മറന്നു കളയും. നീ ആ വീട്ടിൽ സുഖമായി സന്തോഷത്തോടെ ഇനിയും ജീവിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഗതികേടെല്ലാം നിനക്ക് അറിയുന്നതല്ലേ. നിന്റെ ജീവിതത്തിന് വേണ്ടി എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഞാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആ വീട്ടിലേക്ക് തന്നെ പോകണം. ഈ നിമിഷത്തിൽ സലീമിന്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ മറിച്ചൊന്നും പറയാൻ സാധിക്കാതെ ആ പെൺകുട്ടി തേങ്ങി തേങ്ങി കരയുകയായിരുന്നു. അതെ, സലീം അവളുടെ കൈ പിടിച്ചുകൊണ്ട്, മകളെ വരൂ, ഞാൻ എന്നെ ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെല്ലിമ്മയുടെ മുഖത്ത് നോക്കി, അവിടെ നിന്ന് ആ സലീമിന്റെ മുഖത്തും നോക്കിക്കൊണ്ട് ഒരു വേർപാടിനുള്ള ഒരുക്കത്തോടെ, ആ വേർപാടിനുള്ള നൊമ്പരത്തോടുകൂടി വെല്ലിമ്മയുടെ സമീപത്ത് ചെന്നുകൊണ്ട് വെല്ലിമ്മയുടെ അടച്ചുപൂട്ടിക്കൊണ്ട് ഇരു കവിളിൽ നിന്ന് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വെല്ലിമ്മയോട് പറയുകയാണ്, വെല്ലിമ്മ, ഞാൻ പോവുകയാണ്, ഞാൻ ആ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്, ഞാൻ അവിടെ സുഖമായി ജീവിച്ചുകൊള്ളാം, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സലീമിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മിന്നിമറിയുന്ന പ്രയാസങ്ങളുണ്ട്. പക്ഷേ സലീം അതൊന്നും പെങ്ങളെ കാണിക്കാതെ ആ കൈ പിടിച്ചുകൊണ്ട്, ആരും മൈൻഡ് ചെയ്യാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ആരും സഹകരിക്കാനില്ലാത്ത ആ വീട്ടിലേക്ക് ചെന്ന് തന്ത്രപരമായിട്ട് പല ഷോപ്പിങ്ങിലൂടെ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നാക്കിക്കൊണ്ട് അവളോട് പല ഉപദേശങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട്, ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഈ സമയത്ത് പെങ്ങളെ സമീപത്ത് ചെന്നുകൊണ്ട്, മോളെ, നീ വിഷമിക്കരുത്, നീ ഉപ്പാനെ ഓർക്കണം, ഉമ്മാനെ ഓർക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ മറ്റൊരു കാര്യം ചിന്തിച്ചു പോകരുത്. ആദ്യം പ്രശ്നങ്ങളുള്ള പല കുടുംബങ്ങളും പിന്നീട് എത്രയോ നന്നായിട്ടുണ്ട്. നീ അതൊക്കെ ആലോചിച്ച് മാന്യമായി ജീവിക്കാൻ പഠിക്കണം, ആരോടും എതിർത്ത് സംസാരിക്കരുത്. വീട്ടിലെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തരണം ചെയ്യാൻ പഠിക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ വീട്ടിൽ നിന്ന് സലീം മടങ്ങി വരികയാണ്. വീട്ടിലേക്ക് നടന്നു വന്ന് സലീം അദ്ദേഹത്തിന്റെ ജോലിയിൽ ഏർപ്പെടുക തന്നെ ചെയ്യുകയാണ്. ഓരോ ദിവസവും അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് ഹോട്ടൽ മുറിയിലേക്ക് കിടക്കും, പാതിരാ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ 2-3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വീട്ടിൽ ആ ഹോട്ടലിൽ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപരിചിതനായ മനുഷ്യൻ കയറി വന്നുകൊണ്ട് ഓടി വന്നുകൊണ്ട് സലീമിനോട് പറയുകയാണ്, സലീം എന്നല്ലേ പേര്, നിങ്ങളുടെ പെങ്ങളുണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ, ഉടനെ ആ ഹോസ്പിറ്റലിൽ എത്തണം. എന്ത്, എന്റെ പെങ്ങൾ ഹോസ്പിറ്റലിലോ? ഞാൻ എന്താണ് റബ്ബേ കേൾക്കുന്നത്? ഉടനെ തന്നെ അവൻ ചാടി എഴുന്നേറ്റുകൊണ്ട് ഹോട്ടൽ മുറിയുടെ ചക്ര താത്തിക്കൊണ്ട് അവൻ ഓടുകയാണ്. അതേ, ഓടിക്കൊണ്ട് ആ അത്യാഹിത വിഭാഗത്തിൽ മുമ്പിലേക്ക് കുതിച്ചു ചെല്ലുന്ന സലീമിനെ കണ്ട് സലീം ഓടി വരുന്നു ആ അത്യാഹിത വിഭാഗത്തിലേക്ക്, ഹോസ്പിറ്റലിന് മുമ്പിലേക്ക്. ഷർട്ടിന്റെ ബട്ടൺസ് പോലും ഇടാതെ ഓടി വരുന്ന ആ സലീമിനെ കണ്ട് ആ സിസ്റ്റർമാരും ഡോക്ടർമാരും അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ആരാണ് ഓടി വരുന്നത്? ആ പെൺകുട്ടിയുടെ ആങ്ങളെയാണോ? എന്നാൽ ഇപ്പോൾ അങ്ങോട്ട് ഐസിയുയിലേക്ക് കടത്തിവിടാൻ അനുവദിക്കരുത്, ആ കുട്ടിയെ തടഞ്ഞു വെക്കണമെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ഐസിയുവിന്റെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ തടഞ്ഞു വെക്കുന്നു. സലീം എന്ന് പറയുന്ന
ചെറുപ്പക്കാരൻ തടഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നു, മോനെ ഇപ്പോൾ അങ്ങോട്ട് കിടക്കരുത്, ഡോക്ടർ പരിശോധനയിലാണ്, അല്പനേരം ഇവിടെ ഇരിക്കൂ, തങ്ങൾക്ക് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുമ്പോൾ സലീം എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് ICUവിന്റെ ഡോറുകൾ ചവിട്ടി തുറന്നുകൊണ്ട് ആ ICUവിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ കിടക്കുമ്പോൾ അവിടെ കടന്നു ചെല്ലുന്ന സലീമിന് മറ്റൊരു കാഴ്ചയായിരുന്നു കാണാൻ സാധിക്കുന്നത്. ഫർഹാനയെ അവിടെ കാണുന്നില്ല. പകരം ഫർഹാനക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത്, ആ ബെഡിൽ കിടന്നിരുന്നത് കത്തിച്ചാമ്പലായ ഒരു ശരീരമായിരുന്നു. എന്റെ പെങ്ങളാണോ ഈ കിടക്കുന്നത്, എന്റെ പെങ്ങളാണോ എന്നറിയാൻ വേണ്ടി സമീപത്ത് ചെന്ന് ഒന്ന് വേദനാദിയോടെ വെച്ച് നോക്കിയപ്പോൾ അതെ എന്റെ പെങ്ങളാണല്ലോ, ഫർഹയാണല്ലോ ഈ കിടക്കുന്നത്, എന്ന് വിളിച്ചുകൊണ്ട് ആ സലീം ബോധരഹിതയായി വരികയാണ്. ഈ സമയത്ത് ഡോക്ടർമാർ അവരെ എടുത്തുകൊണ്ട് അപ്പുറത്തുള്ള ബെഡിലേക്ക് കിടത്തി വേണ്ട ഗുളികകളും ഇഞ്ചക്ഷനുകളും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ബോധം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫർഹ എന്ന വിളിക്ക് മുമ്പിൽ വീണ്ടും ബോധരഹിതനായി വീണ്ടും അവൻ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവൻ ഉണർന്നു നോക്കുമ്പോൾ കത്തിച്ചാമ്പലായ ആ ശരീരം അവിടുന്ന് അല്പം മറ്റൊരു സ്ഥലത്തേക്ക് ഡോക്ടർമാർ അവരുടെ നിർദ്ദേശപ്രകാരം ആ ജീവനക്കാർ എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ സലീം ഈ സമയത്ത് തന്റെ ശരീരത്തിൽ കിടക്കുന്ന സിറിഞ്ചുകളും മറ്റു കാര്യങ്ങളും വയറുകളെല്ലാം ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. എങ്ങോട്ടാണ് നടക്കുന്നത്? എന്റെ കുടുംബങ്ങൾ, എന്റെ ഉമ്മവങ്ങന്മാർ, എന്റെ സ്നേഹിതന്മാർ, കൂട്ടുകാർ ചിന്തിക്കണം, ഇതൊരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല. ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രയാസം സഹിച്ച് കഷ്ടപ്പെട്ട് കെട്ടിച്ചയക്കുന്ന പെൺകുട്ടികൾ തുച്ഛമായ പണ്ടത്തിന്റെ പേരിൽ, തുച്ഛമായ പവനിന്റെ പേരിൽ, പൈസയുടെ പേരിൽ ഇന്നും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വാസിക്കുന്ന പ്രവാസികൾ പ്രശംസ പാടുന്നേ, പ്രവർത്തകരൊരുക്കിയ അവനിയ സദസ്സിന്ന് അല്ലെങ്കിൽ വസിക്കുന്ന പ്രവാസികൾ പ്രശംസ പാടുന്നേ, ആശംസ നേരുന്നേ. സദസ്സിൽ വന്നടയാണ് കൽബകം കൊതിക്കുന്ന മറുഹബനുകളാണ് പതിലരസമുള്ള പരിപാടി ശ്രമിക്കാൻ. പക്ഷേ ഗതിയില്ല, സദസ്സിൽ തൊഴാൻ വിധിയില്ല. സദസ്സിൽ പ്രവർത്തകരൊരുക്കിയ സദസ്സിന്ന് അല്ലെങ്കിൽ ഗുരയിൽ വസിക്കുന്ന പ്രവാസികൾ പ്രശംസ പാടുന്നേ, ഇസ്ലാമിൻ കുട്ടികളെ തൊടാനാവശ്യം ഇജ്ജത്തിൽ കാണിക്കുന്ന ആഘോഷം ഇതുപോലെ സദസ്സിനെ എന്ന് കാണുന്ന കൽബകമൂരിക്കുന്നേ, മണ്ണിലിരുന്നേ. പ്രവർത്തകരൊരുക്കിയ അവനിയ സദസ്സിന്ന് അല്ലെങ്കിൽ ഗോരയിൽ വസിക്കുന്ന പ്രവാസികൾ പ്രശംസ പാടുന്നേ, ആശംസ നേരുന്നേ.
Hare
അഞ്ചിൻ പ്രബലഞ്ചകം മൊഞ്ചതിലേക്ക് അജന്തളമാക്കിയ മൊഞ്ചേറും പാഞ്ചിത മോദിയ